പടത്തിന് നല്ല എക്സ്പെക്ടേഷൻ ആണല്ലോ. കാരണം ജിത്തു ജോസഫ് ലാലേട്ടൻ പടം ഒരു ഡിസംബർ വരും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷനാണ്. അപ്പോൾ നല്ല പടമാണെന്ന് പ്രതീക്ഷ തന്നെയാണ് വന്നിരിക്കുന്നത്. ഏത് ലാലേട്ടനാണ് നമുക്ക് ഇഷ്ടം? താടി ഉള്ളതിന് താടിയില്ല, എല്ലാ ലാലേട്ടൻ തന്നെയല്ലേ. പിന്നെ അമിതമായ പ്രതീക്ഷയുണ്ട്. അമിതമായ മീൻസ് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്, കാരണം പുള്ളി ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലാണല്ലോ. പിന്നെ ജീവിതം ഒരു നല്ല ഡയറക്ടറായ കാരണം നമ്മുടെ നിരാശപ്പെടുത്തുന്നൊരു വിശ്വാസം നമുക്കുണ്ട്. പിന്നെ അവരുടെ 3 പടമായാലും ദൃശ്യം 2, 12th Man 3 നല്ല ക്വാളിറ്റി പടങ്ങളാണ്. പിന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഡയറക്ടറായ കാരണം ആ ഒരു വിശ്വാസം നമുക്കുണ്ട്. ബാക്കി പടം കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നമുക്കങ്ങനൊന്നുമില്ല. ലാലേട്ടൻ നല്ല ക്യാരക്ടർ ചെയ്താൽ മതി. താടി ഉണ്ടായാലും ഇല്ലായാലും ഒന്നും വിഷയമില്ല. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഇപ്പോൾ ലൂസിഫറിലാണെങ്കിലും താടിയുള്ള വിഷയമൊന്നുമില്ല. അപ്പം ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് താടി വെക്കാതിരിക്കുക, അതൊക്കെ. അധിപനാണെങ്കിലും ഒരു ഫുൾ ഫ്ലെഡ്ജ് വക്കീൽ ക്യാരക്ടർ അല്ലേ. ഇതിലാണ് ലാലേട്ടൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് വക്കീൽ ക്യാരക്ടർ. പുള്ളി ഇതുവരെ കരിയർ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണല്ലോ. അപ്പം അതൊരു എങ്ങനെ പുള്ളി അത് ചെയ്യും എന്നൊക്കെ കാണാൻ ഒരു മികച്ചൊരു വക്കീൽ വേഷം ആട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല പ്രതീക്ഷയുണ്ട്. Ya bro.